നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഈ ഒരു വീഡിയോയിലൂടെ ഇപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ കൈപ്പറ്റുന്ന മുഴുവൻ ആളുകളും ഈ ഒരു വീഡിയോ അവസാനം വരെ കാണണം. തദ്ദേശ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ മാനദണ്ഡങ്ങൾ ഇപ്പോൾ പുതുക്കി നിശ്ചയിച്ച സർക്കാരിന്റെ ഉത്തരവായിരിക്കുകയാണ്. ആയതിനാൽ ഇനി നിങ്ങൾക്ക് പെൻഷൻ കൈപ്പറ്റുക അത്ര എളുപ്പമാകില്ല. എല്ലാവരും ഇത് പൂർണ്ണമായിട്ടും കണ്ട് മനസ്സിലാക്കണം. പെൻഷൻ കൈപ്പറ്റുന്ന അനർഹരായ ആളുകളെ കണ്ടെത്തുന്നതിനായിട്ടും അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും സർക്കാർ ഇപ്പോൾ പഞ്ചായത്ത് അധികൃതർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇതിനായിട്ട് ജനപ്രതിനിധികൾ ഉൾപ്പെടുന്ന വിദഗ്ധ സമിതിയെയും നിയോഗിച്ചിട്ടുണ്ട്. നമുക്ക് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം. മരണപ്പെട്ടവരുടെയും പുനർവിവാഹിതരായ വിധവകളുടെയും പെൻഷൻ തട്ടിയെടുക്കുന്നത് വ്യാപകമാകുന്നുവെന്ന പരാതിയെ തുടർന്നാണ് പരിശോധന ശക്തമാക്കാനായിട്ട് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് പെൻഷൻ അർഹതയ്ക്കുള്ള കുറഞ്ഞ പ്രായം 60 വയസ്സായിട്ട് നിജപ്പെടുത്തിയിട്ടുണ്ട്. കർഷക തൊഴിലാളി ക്ഷേമനിധിയിൽ അംഗമായവർക്ക് മാത്രമാണ് കർഷക തൊഴിലാളി പെൻഷന് അർഹതയുള്ളത്. അംഗപരിമിതനായ വ്യക്തിക്ക് വികലാംഗ പെൻഷന് പുറമെ മറ്റൊരു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, അതുപോലെ തന്നെ ക്ഷേമനിധി ബോർഡ് പെൻഷൻ എന്നിവയ്ക്കും അർഹതയുണ്ട്. ഓരോ മാസവും വിദഗ്ധ സംഘം നിങ്ങളുടെ വീടുകൾ സന്ദർശിച്ച് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരുടെ ലിസ്റ്റ് പരിശോധിച്ച് അനർഹരെ ഒഴിവാക്കുന്നതായിരിക്കും. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അപേക്ഷയ്ക്കും പുതിയ മാർഗനിർദ്ദേശങ്ങളും ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട്. ആയതിനാൽ പെൻഷൻ കൈപ്പറ്റുന്ന എല്ലാവരും ഈ പറയുന്ന മാർഗനിർദ്ദേശങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. എന്തൊക്കെയാണ് പുതിയ മാർഗനിർദ്ദേശങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഇതനുസരിച്ച് അപേക്ഷകന് ആധാർ കാർഡ് ഇല്ലെങ്കിൽ റേഷൻ കാർഡ് പരിഗണിക്കുന്നതായിരിക്കും. അതോടൊപ്പം അപേക്ഷകന്റെ കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ കവിയരുത് എന്നുമുണ്ട്. വിവാഹിതരായ മക്കളുടെ വരുമാനം കണക്കിലെടുക്കേണ്ടതില്ലെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. എന്നാൽ അപേക്ഷകന്റെ പേരിലോ കുടുംബത്തിന്റെ പേരിലോ 2 ഏക്കറിൽ കൂടുതൽ ഭൂമിയും വസ്തുക്കളും പാടില്ലെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. അപേക്ഷകൻ സർവീസ് പെൻഷനർ, അതുപോലെ തന്നെ കുടുംബ പെൻഷൻ ലഭിക്കുന്നവർ ആകരുതെന്നും നിർദ്ദേശമുണ്ട്. അതുപോലെ തന്നെ മക്കളുടെ വാഹനം മാതാപിതാക്കളുടെ പേരിലായാലും പെൻഷൻ അപേക്ഷ നിരസിക്കപ്പെടുന്നതായിരിക്കും. ഇനി വീട്ടിൽ എയർ കണ്ടീഷനും അതുപോലെ തന്നെ വീടിന്റെ തറ വിസ്തീർണം 2000 ചതുരശ്ര അടിയിൽ കൂടിയാലും പെൻഷൻ നിരസിക്കപ്പെടുന്നതായിരിക്കും. പെൻഷൻ അപേക്ഷകന് കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ കവിയരുത് എന്നും നിർദ്ദേശമുണ്ട്. സർവീസ് പെൻഷൻ, കുടുംബ പെൻഷൻ വാങ്ങുന്നവരുടെയും അതുപോലെ തന്നെ ആദായ നികുതി നൽകുന്നവരുടെയും അപേക്ഷയും നിരസിക്കപ്പെടുന്നതായിരിക്കും. കർഷക പെൻഷനും വാർദ്ധക്യകാല പെൻഷനും കൈപ്പറ്റുന്നവർക്ക് 60 വയസ്സിന് മുകളിൽ പ്രായമുണ്ടാകണം. വിധവാ പെൻഷൻ അപേക്ഷകർ ഭർത്താവിന്റെ മരണ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. ഇനി ഭർത്താവിനെ 7 വർഷത്തിലധികമായിട്ട് കാണാനില്ലെങ്കിൽ റവന്യൂ വിഭാഗം നൽകുന്ന വിധവാ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മതിയാകും. നിയമപരമായിട്ട് വിവാഹബന്ധം വേർപെടുത്തിയവരെ വിധവയായിട്ട് കണക്കാക്കില്ല. അങ്ങനെയുള്ളവർക്ക് വിധവാ പെൻഷൻ ലഭിക്കുകയുമില്ല. വിധവകൾ എല്ലാ വർഷവും തങ്ങൾ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന രേഖ ഹാജരാക്കേണ്ടതാണ്. അതുപോലെ തന്നെ വികലാംഗ പെൻഷൻകാർക്ക് ക്ഷേമനിധി ബോർഡിന്റെ 600 രൂപ പെൻഷനും അർഹതയുണ്ട്. ഇത്രയുമാണ് പുതുക്കിയ മാനദണ്ഡങ്ങൾ. നമ്മുടെ സംസ്ഥാനത്ത് ഏകദേശം 58 ലക്ഷത്തോളം വരുന്ന ആളുകൾ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ കൈപ്പറ്റുന്നുണ്ടെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ കണക്കുകൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഏപ്രിൽ മാസം പെൻഷൻ തുക 1200 എന്നത് 1300 ആക്കി വർദ്ധിപ്പിച്ചിരുന്നു. അതിനുശേഷം വീണ്ടും തുക 100 രൂപ കൂടി അധികമായിട്ട് വർദ്ധിപ്പിച്ച് 1400 രൂപ എന്നാക്കിയിരുന്നു. സംസ്ഥാന സർക്കാർ ഭരണമൊഴിയുന്നതിന് മുൻപായിട്ട് വീണ്ടും 100 രൂപ കൂടി അധികമായിട്ട് വർദ്ധിപ്പിച്ച് 1500 രൂപയാക്കുമെന്നാണ് ധനമന്ത്രി തോമസ് ഐസക് അറിയിച്ചിരിക്കുന്നത്. മസ്റ്ററിംഗ് പൂർത്തിയാക്കാനായിട്ട് സാധിക്കാത്ത ആളുകൾക്ക് പെൻഷൻ മസ്റ്ററിംഗ് നടത്തുന്നതിനുള്ള അവസാന തീയതി എന്നത് ഒക്ടോബർ 15-ാം തീയതി വരെ ഇപ്പോൾ നീട്ടി നൽകിയിരിക്കുകയാണ്. ഈ ഒരു അവസരം നിങ്ങൾ പാഴാക്കരുത്. അക്ഷയ കേന്ദ്രങ്ങൾ വഴി നിങ്ങൾക്ക് മസ്റ്ററിംഗ് നടത്താവുന്നതാണ്. ശാരീരിക ബുദ്ധിമുട്ടുള്ളവരുടെ വീടുകളിലെത്തി മസ്റ്ററിംഗ് നടത്തുന്നതായിരിക്കും. സോ ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള ആളുകൾ നിങ്ങളുടെ വാർഡ് മെമ്പറോട് ഒന്ന് ഇക്കാര്യം സൂചിപ്പിക്കുക. ബയോമെട്രിക് മസ്റ്ററിംഗ് പരാജയപ്പെടുന്നവർക്ക് തദ്ദേശ സ്ഥാപനങ്ങളിലും ക്ഷേമനിധി ബോർഡുകളിലും ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന അവിവാഹിതകളും ഭർത്താവ് മരിച്ച സ്ത്രീകളും വിവാഹിത അല്ലെങ്കിൽ പുനർവിവാഹിത അല്ല എന്ന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നതിനുള്ള സമയപരിധിയും ഒക്ടോബർ 20-ാം തീയതി വരെ നീട്ടി നൽകിയിട്ടുണ്ട്. പുതിയതായിട്ട് അപേക്ഷ സമർപ്പിക്കുന്നവരും ഇക്കാര്യങ്ങൾ ഒന്ന് ഓർത്തു വയ്ക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ്. സോ പെൻഷൻ കൈപ്പറ്റുന്ന എല്ലാവരും ഇത് വളരെ ഗൗരവമായിട്ട് തന്നെ എടുക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ ഷെയർ ചെയ്ത് നൽകുക. വീണ്ടും മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ഐക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻസ് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക.